ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ ഡേ. യെസ്, ബ്യൂട്ടിഫുൾ ഡേ എന്ന് എടുത്ത് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. ബ്യൂട്ടിഫുൾ അല്ല, ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അപ്പോൾ ഇത് നല്ലൊരു റംദാൻ മന്ത് അല്ലേ. ഇതിപ്പോൾ മാർച്ച് 23 ആയല്ലേ. യെസ്, അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നോമ്പ് പിടിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. പല റീസൺസ് കൊണ്ടും അത് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ മാസം ഞങ്ങൾ ആക്ച്വലി ഒരു നോമ്പ് പിടിച്ചായിരുന്നു. നോമ്പ് തുടങ്ങി നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു. അന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റു ഒരു ചായയും ഒരു ബനാനയും. അതാണ് ലാസ്റ്റ് നോമ്പിന് കഴിച്ചത്. കാരണം നമുക്ക് ഈ ടൈമിന് അത്ര ഇതില്ലാത്തത് കൊണ്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അപ്പം അത് മതി. അപ്പോൾ ഇപ്പോൾ ടൈം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ആണ് ഞാനിന്ന് നമ്മുടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. യെസ്, അപ്പം നമുക്ക് ഒരു നോമ്പ് ഡേയിലെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കാണാം. യെസ്, അപ്പം നമ്മുടെ നോമ്പിൻ്റെ ഒരു ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പോൾ ഇടയ്ക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാനത്. അപ്പോൾ ദേവാംശം എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ. ഇനിയിപ്പം ലഞ്ച് കൊടുക്കണം. കുഞ്ഞിന് വേണ്ടി മാത്രം ലഞ്ച് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകിട്ടത്തേക്ക് ഇഫ്താറിന് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കാം. യെസ്, അപ്പോൾ അതാ ഞാൻ കുറച്ച് ചിക്കൻ കട്ട് ചെയ്തെടുക്കുവാണ്. വൈകിട്ട് ഇഫ്താറിന് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 2 ഐറ്റം ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചിക്കൻ ഞാൻ നീളത്തിൽ അരിഞ്ഞരിഞ്ഞ് എടുക്കുവാണ്. അപ്പോൾ ഇതാ ഞാൻ 2 മുട്ടയും പുഴുങ്ങി ഒരു പൊട്ടറ്റോയും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച് എന്ത് ഐറ്റം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? നമുക്ക് ഐറ്റം തീരാറാകുമ്പോൾ പറയാം. യെസ്, നല്ലപോലെ വേവിച്ച പൊട്ടറ്റോ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മാഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പൊട്ടറ്റോയും എഗ്ഗും മാഷ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല യമ്മി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും. യെസ്, അങ്ങനെ പൊട്ടറ്റോ ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഗ്ഗ് ഞാൻ ഒത്തിരി അങ്ങ് മാഷ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തിടാം. യെസ്, ഓക്കെ. ഒത്തിരി പൊടിയായിട്ടല്ല, ജസ്റ്റ് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊരു കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ. ഇത് എന്തായാലും കുഴച്ച് വരുമ്പോൾ അത്ര കിട്ടില്ല എങ്കിലും ഒത്തിരി അങ്ങ് മാഷ് ചെയ്യുന്നില്ല, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊട്ടറ്റോയിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് എഗ്ഗും പൊട്ടറ്റോയിലേക്ക് ആഡ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഉണ്ട്, എഗ്ഗ് ഉണ്ട്. അതിലേക്ക് ഞാൻ ഒരു പകുതി സവോള, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് പകരം ഞാനിവിടെ ചില്ലി പൗഡറാണ് ഇടുന്നത്. നമുക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊടി, നമ്മൾ യൂഷ്വലി കട്ട്ലറ്റിന് ചെയ്യുന്നൊരു രീതിയാണ്. പക്ഷേ കട്ട്ലറ്റിന് നമ്മൾ ഈ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഉള്ളിയൊക്കെ ഡയറക്റ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം.
മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കി നമുക്കെടുക്കാം. യെസ്, നമ്മുടെ ബാറ്റർ നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ബ്രെഡ് ക്രംസിന് ബ്രെഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ബണ്ണാണ് ഇടുന്നത്. ബണ്ണ് പൊടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം. ജസ്റ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ബ്രെഡ് ക്രംസും മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ യൂഷ്വൽ കട്ട്ലറ്റിന് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ബോൾസ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. യെസ്, അപ്പോൾ എല്ലാം ഞാൻ എഗ്ഗിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പതിയെ ഓരോന്നായിട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കൊരു 6:30 ആകുമ്പോഴത്തേനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 6:30 അല്ല, അതിന് മുമ്പേ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ട്രിപ്പിലിടാം. പതിയെ മറിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക, കരിയാതെ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അങ്ങനെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയൊരു 2 മിനിറ്റ് ഈ സൈഡും കൂടെ ഒന്ന് വെന്തെടുത്തിട്ട്. യെസ്, അപ്പോൾ 2 സൈഡും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഇത് പാത്രത്തിലേക്ക് മാറ്റാം. യെസ്, അപ്പോൾ ഒരു ട്രിപ്പ് നമ്മളെടുത്തു. ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ട്രിപ്പ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ പൊട്ടറ്റോ എഗ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ ദാ ഇഫ്താറിനുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വാട്ടർമെലൺ. യെസ്, നമ്മുടെ ചിക്കൻ ബൺ സാൻഡ്വിച്ച് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. ഞാനിതിൽ മസാല ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ചില്ലി ചിക്കൻ ആ ഒരു സ്റ്റൈലാണ്. അപ്പം ആ ഒരു ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. പക്ഷെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ സോസും എല്ലാം കൂടെ മിക്സ് ചേർത്തിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.